വീഡിയോ ഒരു ക്യൂരിയസിൻ്റെ പുറത്ത് ചെയ്യുന്ന സംഭവമാണ്. ഇത് സക്സസ് ആവുമെന്ന് അറിയില്ല. വൈകുന്നേരം സമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉള്ള വീടുകളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതായത് രാത്രി എടാ കരിപ്പ് നേരെ വീട്ടിൽ കയറടാ എന്ന് പറയുമ്പോൾ പകല് പോലെയല്ല എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സമയം 6:30 ആയില്ല. ചുമ്മാ ചെറിയൊരു ലെവലിൽ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നോമ്പായിട്ടുള്ള കാരണം, ഈ പറഞ്ഞ പോലെ ക്ഷീണമുള്ള കാരണം, ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ ഡിന്നറിനുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് കൂന്തലുണ്ട്. അപ്പോൾ കൂന്തൽ വൃത്തിയാക്കുന്ന രംഗാണ് ഈ കാണുന്നത്. പല വീട്ടുകളിലും ചില സമയത്തൊക്കെ വൈകിട്ടാണ് ഡിന്നർ ഉണ്ടാക്കാറ്. ഇന്നൊരു 9 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്ന പോലെ ആവും. ഇപ്പോൾ കൂന്തൽ കഴിക്കാൻ വേണ്ടിയിട്ട് പൂച്ചകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു തരി പീസ് പോലും കൊടുക്കാൻ പറ്റില്ല, കാരണം കൂന്തൽ തന്നെ കുറച്ചുള്ളൂ. അപ്പോൾ നമ്മൾ 6:30 ആയി എന്നുള്ള കാരണം ചെറുതായിട്ട് ഇരുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വാട്ടർ ടാങ്ക് കണ്ടില്ലേ, 500 ലിറ്ററിനേട്ടാ. അപ്പോൾ എന്ത് കറിയാണെങ്കിലും ഞങ്ങൾ വേപ്പില പൊട്ടിക്കാൻ വരുന്നത് പറമ്പിലാണ്. അതിൻ്റെ ചാർജ് എനിക്കാണ്, ഞാൻ പൊട്ടിക്കാനും പോണത്. ഇതിൽ വലിപ്പമുള്ളത് നോക്കി എടുക്കണത്. ബാങ്ക് കൊടുത്തു, വേഗം പോകണം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വീട്ടിലും വണ്ടിയൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മൂടിയിടൽ പതിവാണ്. എൻ്റെ വീട്ടിലത് മെയിനാണ്. അപ്പോൾ അതേ ഉമ്മറത്തെ ഫസ്റ്റ് ലൈറ്റ് ഓണാക്കിയാണ് നമ്മൾ. പിന്നെ ആ സൈഡിൽ ഓണാക്കാറുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ അവിടെ ഓണാക്കും. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ നോക്കിയേ, ബാങ്ക് കൊടുത്തോടെ ഇനിയിപ്പോൾ ഫുഡും നോമ്പ് തുറക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പണി വരുന്ന ആളെന്ന് പറഞ്ഞാൽ 2 പേരാണ്. ഒരുത്തന്നെ ഞാൻ കാണിച്ചപ്പോൾ ഇനി നേരം വെളുക്കണ വരെ മുപ്പരാൾക്ക് കറക്കാണ്. അടുത്ത ആൾ ഡ്യൂട്ടി വരുന്നത് 8 മണിക്ക് ശേഷമാണ്. അത് ഹാളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 24 ഹവേഴ്സും കറങ്ങണ പോലെ നല്ല കറക്കാണ്. നേരം എടുക്കുമ്പോൾ ഓഫ് ചെയ്യുള്ളൂ. പിന്നെ എൻ്റെ റൂമിൽ ഫുൾ ടൈം ഫാനും ലൈറ്റ് ഓണാണ്. അതിൻ്റെ പേരിൽ കുറേ ചീത്തയും കേൾക്കാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഓണാക്കാൻ പോണത് മെയിൻ സാധനമാണ്. കാര്യം വെച്ചാൽ കൊടുക്കത്തെ കൊതുകടിയാണ്. കൊതുകടിച്ചിട്ട് കൈയും കാലൊക്കെ തടിച്ച് വീർത്തിരിക്കുകയാണ്. പിന്നെ പിന്നാമ്പുറം ക്ലോസ് ചെയ്യണത് ഡോറ്, പിന്നെ അവിടുത്തെ വേസ്റ്റൊക്കെ കളയേണ്ടത് നമ്മുടെ ഒരു പണിയാണ്. അത് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കവചം അവിടെ കിടക്കുന്നുണ്ട്, അതൊന്നും എടുക്കണം. അതെടുത്തില്ലെങ്കിൽ പിന്നെ നാളെ നേരം വിളിച്ച് ഇടാൻ പറ്റില്ല. പിന്നെ നോക്കിയാൽ പട്ടിയുടെ ശരിയുണ്ട്, അതിനെ അകത്തേക്ക് നമ്മൾ ഇതിടും, ഈ പറഞ്ഞ പോലെ ചെരുപ്പിടും. പിന്നെ അവിടെ രാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക തരം കിളീനൊക്കെ പോകാറുണ്ട്. കാലങ്കൂഴി എന്നൊക്കെ പറയുന്നതുകൊണ്ട് അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നൈറ്റ് ആയി തന്നെ പറയാം. പിന്നെ ഇവിടെ നൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കുറേ പൂച്ചകളൊക്കെ വരാറുണ്ട്. അപ്പോൾ പൂച്ചകൾ പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങി, പക്ഷേ ഫുഡ് കൊടുക്കാൻ പറ്റാറില്ല. പിന്നെ ഇപ്പോൾ ഇത് ഈയാമ്പാറ്റൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നിറച്ച് ഈയാമ്പാറ്റൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കണ്ണിപ്പോൾ അവിടെ മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കതിൽ അതിശയം, ക്യാമറയിൽ ഇടുന്നുണ്ട് കറക്റ്റ് ഈയാമ്പാറ്റ പറന്നു പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇന്നത്തെ നൈറ്റ് വരുന്നത് കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചകൾ വരും പതുക്കെ, കാരണം എൻ്റെ വീട്ടിൽ വേറെ പൂച്ചകൾ ഇടറുന്നുണ്ട്. അവരെ വളയ്ക്കാൻ വേണ്ടി വരുന്നതാണ് ഈ പൂച്ചകൾ. പക്ഷേ തമ്മി കണ്ട തല്ലുണ്ടെന്ന് ദഹിക്കാൻ പറ്റ പറന്നു നോക്കിയേ, അടിപൊളി. മറ്റേ വവ്വാലും പിന്നെ കിളിയൊക്കെ വന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ നൈറ്റ് ഇന്നത്തെ.